സോ ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഫിഫ്ത്ത് മോഡൽ നമുക്ക് ആവശ്യമുള്ള ഒരു പാർട്ടാണ്. അതിൽ ഇതുവരെ എക്സാമിന് നമുക്ക് കാര്യമായിട്ട് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ചോദിക്കാത്ത ഒരു പാർട്ടാണ്. ബട്ട് പ്രോബ്ലംസിന് പകരം ഈ ടേംസ് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് മോസ്റ്റ്ലി പറയാറ്. അപ്പോൾ നമുക്ക് അതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ അയണിസ്ഫിറിക് പ്രൊപ്പഗേഷന്, പക്ഷേ നമ്മളെടുക്കുന്നത് ആദ്യത്തെ 4 എണ്ണമാണ്. നമുക്ക് സിലബസിൽ ആദ്യത്തെ 4 എണ്ണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ബേസിക്കലി പഠിച്ചാൽ മതി. സോ ഹിയർ ദ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് വെർച്വൽ ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്കത് വെർച്വൽ ഹൈറ്റ് ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു ഫിഗർ നോക്കി പറയാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അയോണിസ്ഫിറിക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിറ്റർ പോയിന്റിൽ നിന്ന് നമ്മുടെ റിസീവർ പോയിന്റിലേക്ക് നമ്മുടെ സിഗ്നൽ പോകും. എങ്ങനെ പോവുക? അയോണിസ്ഫിയറിൽ പോയി റിഫ്ലക്റ്റ് ചെയ്ത് അത് റിസീവറിൽ പോകും. ട്രാൻസ്മിറ്ററിൽ നിന്ന് പോയി അത് അവിടെ അയോണിസ്ഫിറിക് ലെയറിൽ ഇടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് റിസീവറിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നമുക്ക് അയോണിസ്ഫിയർ ഉണ്ട് അല്ലേ? ഇവിടെ അയോണിസ്ഫിയർ ഉണ്ട്. ഈ അയോണിസ്ഫിയറിലാണ് നമ്മുടെ സിഗ്നൽ. അപ്പോൾ ഇത് നമ്മുടെ ട്രാൻസ്മിറ്ററാണ്. ട്രാൻസ്മിറ്ററിൽ നിന്ന് നമ്മുടെ സിഗ്നൽ ഇങ്ങനെ വന്ന് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് ഇത് റിഫ്ലക്ഷനിൽ പോകും. അപ്പോൾ ഒരു ഷാർപ്പായിട്ടല്ല അതിവിടെ ഹിറ്റ് ചെയ്യുക. ഒരു എന്താ പറയുക, ഗ്രാജുവലി ആണ് അതവിടെ റിഫ്ലക്റ്റ് ചെയ്ത് റിസീവറിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് നോർമലി ഒരു ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഷാർപ്പ്ലി കുറയുന്ന ഭാഗത്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പോയിൻ്റ്, ഒരു എക്സ്റ്റെൻഡഡ് പ്രൊജക്റ്റഡ് ഹൈറ്റ് നമ്മൾ എടുക്കും. ആ ഹൈറ്റിനെയാണ് നമ്മൾ വെർച്വൽ ഹൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട്, അതായത് ഫ്രം ദിസ് പോയിന്റ് ടു ദി സർഫസ് ഓഫ് ദി എർത്ത് ഇസ് ദ വെർച്വൽ ഹൈറ്റ് h. ആൻഡ് ഈ ഒരു ബെൻഡ് ഏരിയ തൊട്ട് സർഫസ് ഓഫ് എർത്ത് ആണ് നമ്മുടെ ആക്ച്വൽ പാത്ത്. ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന ഈ ഹൈറ്റിനെയാണ് നമ്മൾ പ്രൊജക്റ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ ഹൈറ്റ് ഉണ്ട്, വെർച്വൽ ഹൈറ്റ് ഉണ്ട്, പ്രൊജക്റ്റഡ് ഹൈറ്റ് ഉണ്ട്. ഇനി ഇത് നമുക്കിപ്പോൾ തിയറിയിലേക്ക് വരാം. ഇതിൽ ഇതിൻ്റെ വെൻ എ വേവ് ഇസ് റിഫ്രാക്റ്റഡ് ഇറ്റ് ബെൻഡ്സ് ഡൗൺ ഗ്രാജുവലി ബട്ട് നോട്ട് ഷാർപ്പ്ലി. സോ ഇതെന്തുണ്ടാവും? നമ്മൾ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിഫ്ലെക്റ്റഡ് ഫ്രം ദ സർഫസ് ലൊക്കേറ്റഡ് അറ്റ് എ ഗ്രേറ്റർ ഹൈറ്റ്. നമ്മൾ ആ പാത്ത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താൽ അതിന് ആ ഗ്രേറ്റർ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? വെർച്വൽ ഹൈറ്റ് എന്ന് പറയാം. ഇനി നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് പോയിൻറ്റ് ടിയും റിസീവിങ് പോയിൻറ്റ് ആറും ആണ്. ഇനി അതിനെ നമ്മൾ വെർട്ടിക്കലി നമ്മൾ ഫ്രം ദ ട്രാൻസ്മിറ്ററിൽ നിന്ന് നമ്മൾ വെർട്ടിക്കലി മുകളിലേക്ക് സെൻഡ് ചെയ്യും. അതിൻ്റെ ആ ഗ്രാജുവലിൽ നിന്ന് നമ്മൾ ടാൻജൻഷ്യൽ വരച്ച് ആക്ച്വൽ ഹൈറ്റ് പ്ലസ് പ്രൊജക്റ്റഡ് ഹൈറ്റ് ആണ് എന്ത് നമ്മുടെ വെർച്വൽ ഹൈറ്റ്. ഇനി അത് നമ്മൾ മെഷർ ചെയ്യുന്നത് അയണോസ്ഫോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോർമലി അത് മെഷർ ചെയ്യുക. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ തിയറി ദാറ്റ് യു ഹാവ് ടു റൈറ്റ്. പിന്നെ വി ഹാവ് എ ഇക്വേഷൻ. അതെന്ന് പറഞ്ഞാൽ വെർച്വൽ ഹൈറ്റ് ഈക്വൽസ് CT/2. എന്തുകൊണ്ടാണ് ഇക്വേഷൻ? സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, 3 × 10⁸ m/s ആണ്. ടി എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ഫോർ ദ റൗണ്ട് ട്രിപ്പ് ആണ്. ഓക്കെ, ടൈം റിക്വയർഡ് ഫോർ ദ റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നൽ ഇവിടെ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്നവരെ, അതായത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ള ടൈമിനാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താ? ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത്രയും ഒരു ഫുൾ വേവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ T/2 എടുത്തിരിക്കുന്നത്. 1 ട്രിപ്പ് അതിൻ്റെയാണ് നമ്മൾ ടൈം എടുത്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇതുവരെ പ്രോബ്ലം ചോദിച്ചിട്ടില്ല, പക്ഷേ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതുവരെ നമ്മളോട് ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ്, അതായത് 2 MHz to 30 MHz വരെയുള്ള സിഗ്നലാണ് അയണിസ്ഫിയറിൽ പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ ഈ 2 MHz തൊട്ട്, അപ്പോൾ എത്ര ഫ്രീക്വൻസി, അതായത് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഫ്രം വിച്ച് ദിസ് റിഫ്ലക്ഷൻ സ്റ്റാർട്ട്സ്, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയാം. അതായത് ഇപ്പം ഇതാണ് നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് ദിസ് ഇസ് അവർ അയനോസ്ഫിയർ. ഇതാണ് നമ്മുടെ അയനോസ്ഫിയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, നമുക്ക് ഇവിടെ ഒരു റിസീവർ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയി സിഗ്നൽ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിഗ്നൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ദിസ് സിഗ്നൽ ഇസ് ഹാവിങ് എ ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ പോയി ഇത് ടച്ച് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ഇൻസിഡൻസിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ട ഫ്രീക്വൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയാം. സോ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഇസ് ഡിഫൈൻഡ് ആസ് എ ഹയസ്റ്റ് ഫ്രീക്വൻസി വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ബൈ എ പർട്ടിക്കുലർ ലെയർ അറ്റ് എ വെർട്ടിക്കൽ ഇൻസിഡൻസ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ F0 അല്ലെങ്കിൽ FC എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തു അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പം അതിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഏറ്റവും താഴെയുള്ള ലെയർ, അതായത് ഏറ്റവും മിനിമം ഫ്രീക്വൻസി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? റിഫ്ലക്ഷൻ നടക്കാനുള്ള ഏറ്റവും മിനിമം ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി. അപ്പോൾ ആ താഴെ ലെയറിൽ എന്തായിരിക്കും? മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ നമുക്ക് F ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ആണെങ്കിൽ
എൻ എന്ന് പറയുന്നത് എൻ എം ആയിരിക്കും, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. സോ എഫ് ഇസ് എഫ് സി ആണെങ്കിൽ if f is a critical frequency, n will be nm, that is the maximum electron density. And ആ സ്ഥലത്ത് അതായത് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം ഇറ്റ് ഈസ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ അയോണോസ്ഫിയർ റൈറ്റ്. അപ്പോൾ അവിടെ മ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, the highest frequency can be reflected back to the ionosphere is one for which the refractive index is 0. So നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 81 nm അല്ലേ, ബൈ ഫ്രീക്വൻസി നമുക്ക് എഫ് സി സ്ക്വയർ ഈക്വൽ 0 എന്ന് എഴുതാം. യു ക്യാൻ സ്ക്വയർ ബോത്ത് സൈഡ്സ്, സോ ഇറ്റ് വിൽ ബി 1 മൈനസ് 81 nm ബൈ എഫ് സി സ്ക്വയർ ഈക്വൽ ടു 0. You can just take this term, our 1 equals 81 nm by fc square, so that is fc square equals 81 nm, so fc equals 9 square root of nm. So ഇതാണ് എന്ത്, ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. അഗൈൻ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ്, ബട്ട് ഡെറിവേഷൻ എന്തായാലും ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് മാക്സിമം യൂസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഫ്രീക്വൻസി എ സിഗ്നൽ ഷുഡ് ബി, ഒരു വെർട്ടിക്കൽ ഇൻസിഡൻസിൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ അതിന് വേണ്ട ഒരു ഹയസ്റ്റ് ഫ്രീക്വൻസിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയാം. പിന്നെ ഈ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്തുണ്ടാവും, ഏതെങ്കിലും ഒരു ലെയർ അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വിടും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ മുകളിലേക്കുള്ള അയോണോസ്ഫിയറിക് ലെയേഴ്സാണ് അത് റിഫ്ലക്റ്റ് ചെയ്ത് വിടുക. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുള്ള സ്പേസിലേക്ക് അത് എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്നത് ഒരു ലിമിറ്റിംഗ് ഫ്രീക്വൻസിയാണ് വിച്ച് ക്യാൻ ബി റിഫ്ലക്റ്റഡ്, അതായത് ആ ഒരു എത്ര ഫ്രീക്വൻസി വരെ അത് റിഫ്ലക്റ്റ് ചെയ്യും. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഇപ്പോൾ 2 to 30 മെഗാഹെർട്സ് ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, 2 മെഗാഹെർട്സ് ഇസ് ദ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി. കാരണം 2 മെഗാഹെർട്സോ അതിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമ്മുടെ വേവ് അവിടെ പോയി റിഫ്ലക്റ്റ് ചെയ്ത് വരുള്ളൂ. ഇനി 30 മെഗാഹെർട്സിന് മേലെ പോയാൽ എന്തുണ്ടാവും, അത് പുറത്ത് സ്പേസിലേക്ക് പോകും. അപ്പോൾ മിനിമം ഒരു ലിമിറ്റിംഗ് ആണ് 30 മെഗാഹെർട്സ്. അപ്പോൾ 30 മെഗാഹെർട്സ് ആണ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി. ഓക്കെ, സോ 30 മെഗാഹെർട്സ് അല്ല, ചിലത് 30 to 50 മെഗാഹെർട്സ് വരെ, ചില കണ്ടീഷൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ വെച്ച് 50 മെഗാഹെർട്സ് വരെയൊക്കെ പോവാറുണ്ട് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ അതിനെയാണ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ലിമിറ്റിംഗ് ഫ്രീക്വൻസിയാണ് ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി എർത്ത്. ഓക്കെ, ഇനി ഇതിൽ എഗെയിൻ അപ്പോൾ നോർമലി നമ്മൾ ഒരു മാക്സിമം വാല്യൂ എടുക്കുമ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. നമ്മുടെ ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ എന്താ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ഐ ആണെങ്കിൽ ഈ ക്രിട്ടിക്കൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് നമ്മൾ പറയും. ആ ക്രിട്ടിക്കൽ ആംഗിളിൽ നമ്മുടെ സിഗ്നൽ നമ്മുടെ റിഫ്രാക്റ്റ് ചെയ്തത് ഇവിടെ ഗ്രേസ് ചെയ്യും അല്ലേ, ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. യു റിമെമ്പർ ദാറ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഇത് തീറ്റ സി ആണെങ്കിൽ ദിസ് ഇസ് 90. സോ നമ്മുടെ ഇൻസിഡൻറ്റ് തീറ്റ സി ആണെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടുന്നത് എന്താ, 90 ഡിഗ്രിയാണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ MUF എന്ന് പറയുന്നത് എന്താ, മാക്സിമം ഫ്രീക്വൻസിയാണ്. സോ നമ്മുടെ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ സൈൻ ഐ ബൈ സൈൻ 90 ഈക്വൽസ് ദ സെയിം തിങ്. സോ സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. സോ സൈൻ ഐ ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് ദ സെയിം NM ആൻഡ് FMUF ആണ്. ഇനി നമുക്ക് എഫ് സി സ്ക്വയർ നമുക്കറിയാം 81 NM ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 81 NMന് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, എഫ് സി സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ 1 മൈനസ് എഫ് സി സ്ക്വയർ ബൈ എഫ് സ്ക്വയർ MUF. അതിനെ നമുക്ക് സൈൻ സ്ക്വയർ അല്ലെങ്കിൽ സൈൻ സ്ക്വയർ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സൈൻ സ്ക്വയർ ഐ ഈക്വൽസ് 1 മൈനസ് എഫ് സി സ്ക്വയർ ബൈ FMUF സ്ക്വയർ വരും. ഇനി ഈ 1 മൈനസ് സൈൻ, അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താ, കോസ് സ്ക്വയർ തീറ്റ. സോ യു ക്യാൻ റൈറ്റ് എഫ് സി സ്ക്വയർ മൈനസ് എഫ് സ്ക്വയർ MUF ഈക്വൽസ് കോസ് സ്ക്വയർ ഐ. ഇനി ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് FMUF ആണ്, അതായത് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ നമുക്ക് എങ്ങനെ വരാം, എഫ് സി സ്ക്വയർ ബൈ FMUF സ്ക്വയർ ഈക്വൽസ് കോസ് സ്ക്വയർ ഐ. അതിൽ നമുക്ക് എഫ് സി സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ഐ ഈക്വൽസ് എഫ് സ്ക്വയർ MUF എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എന്താ, സി സ്ക്വയർ ഐ എഫ് സി സ്ക്വയർ ഈക്വൽസ് എഫ് സ്ക്വയർ MUF എന്ന് എഴുതാം. എഴുതിക്കൂടെ, സോറി, കോസ് സ്ക്വയർ
സീക്ക് സ്ക്വയർ. സോ എഫ് എം യു എഫ് എന്ന് പറയുന്നത് സീക്ക് ഐ എഫ് സി. ഇതിനെയാണ് നമ്മൾ പറയുക സീക്കൻഡ് ലോ. ബേസിക്കലി എം യു എഫിൻ്റെ സീക്കൻഡ് ലോ ഡിറൈവ് ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് സീക്കൻഡ് ലോ ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. അതാണ് ഇതിൽ. പിന്നെ തിയറിയൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക. ഇനി നമുക്കൊരു റിലേഷൻഷിപ്പാണ് പഠിക്കാനുള്ളത്, അതായത് എം യു എഫിൻ്റെ കാൽക്കുലേഷനാണ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് അയനോസ്ഫിയറിക് ലെയറും ഫ്ലാറ്റ് എർത്തും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച് ആണ് എടുക്കുന്നത്. ഇനി എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പോൾ നോർമലി എയും ഒയും തമ്മിൽ d/2 ആയിരിക്കും, ഇത് d/2 ആയിരിക്കും. ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പം ഇത് എച്ച് ആയിരിക്കും അല്ലേ, ഈ ലെങ്ത് എച്ച് ആകുമ്പോൾ നോർമലി ഇതും എച്ച് ആയിരിക്കും. സോ ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് d² + d/2² + h², അതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും കിട്ടുക. ഇനി ഇതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് കോസ് ഐ ആണ്. കോസ് ഐ എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് d/2² + h² വരും. ഓക്കെ, ഇനി ഇത് നമ്മൾ താഴെയുള്ള ടേമിൻ്റെ നമ്മൾ എന്താ പറയുക LCM സെയിം ആക്കുമ്പോൾ ദിസ് വിൽ ചേഞ്ച് ആസ് കോസ് ഐ ഈക്വൽസ് ഇത് ഡി, അപ്പോൾ h/d² / 4 + h² വരും സ്ക്വയർ റൂട്ട്. ഇനി ഇത് LCM സെയിം ആക്കുമ്പോൾ എങ്ങനെ വരും, 4h² വരും. അപ്പോൾ എങ്ങനെ വരും, h upon സ്ക്വയർ റൂട്ട് ഓഫ് d² + h² / 4 വരും. ഇനി 4നെ നമ്മൾ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2 ആവും. സോ കോസ് ഐ വിൽ ബി 2h / സ്ക്വയർ റൂട്ട് ഓഫ് d² + h² വരും. ഇനി നമ്മളിപ്പോൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സി ഇവിടെ കോസ് സ്ക്വയർ ഐ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, fc² / MUF². അപ്പോൾ നമുക്ക് ഈ കോസിൻ്റെ അവിടെ ഈ കോസിനെ നമ്മൾ കോസ് സ്ക്വയർ ഐ ആക്കി എങ്ങനെ ഉണ്ടാവും, ഇത് കോസ് സ്ക്വയർ ഐ ആയ ഇതെന്താവും 4h² / d² + h² ആവും. ഇതെന്ന് പറയുന്നത് എന്താ, fc² this will be fc² / fMUF² equals 4h² / d² + h². അല്ലേ, 4h², സോറി ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, നമ്മൾ LCM സെയിം ആക്കുമ്പോൾ ഇവിടെ ഒരു 4 ഉണ്ട്, 4h². ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതൊന്ന് ഉൾട്ടയാക്കാം. അങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാക്സിമം യൂസിബിൾ ഫ്രീക്വൻസി ആൻഡ് ഡി ആണ്, അതായത് സ്കിപ്പ് ഡിസ്റ്റൻസ് എന്താണെന്നുള്ളത് അടുത്ത ടോപ്പിക്ക് പറഞ്ഞുതരാം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് fMUF² ഈക്വൽസ് fc² times 4h² / d² + 4h² ആവും. ഇനി what is fMUF? It will be square root of fc² 4h² / d², sorry, yes, 4h² / d² + 4h² വരും. ഓക്കെ, ഇനി ഇതിൽ ഇത് fc² ആണ്, അപ്പം വി ക്യാൻ ടേക്ക് ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ് അല്ലേ. അപ്പോൾ എങ്ങനെ വരും, fMUF equals fc times square root of 4h² 1 ആവും. അപ്പോൾ 1 + 2h/d². ഓക്കെ, സോ ദിസ് ഇസ് ദ റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ഡിറൈവ് ചെയ്യാൻ വരാറുണ്ട്. ഇനി അടുത്തത് സ്കിപ്പ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിലെ ഡിയും ഇതിലെ fMUF തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയുന്നത്. ഇതിലത്തെ ഡി ആണ് സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ട്രാൻസ്മിറ്റർ അറ്റ് വിച്ച് ദ സ്കൈ വേവ് ഓഫ് എ ഗിവൺ ഫ്രീക്വൻസീസ് റിട്ടേൺ ടു ദി എർത്ത് ബൈ ദ അറ്റ്മോസ്ഫിയർ, അതിനെയാണ് നമ്മൾ സ്കിപ്പ് ഡിസ്റ്റൻസ് ഡി എന്ന് പറയുക. സോ ഇറ്റ്സ് എ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ട്രാൻസ്മിറ്റർ, അതായത് ഫസ്റ്റ് വന്ന് ഹിറ്റാവുന്നത്. അപ്പോൾ അതിന് കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. മിനിമം ഡിസ്റ്റൻസ് വിത്ത് ദ സ്കൈ വേവ് ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ഫെയിൽസ് ടു റിഫ്ലക്ട് ബാക്ക്, അതും സ്കിപ്പ് ഡിസ്റ്റൻസ് ആയിരിക്കാം. മിനിമം ഡിസ്റ്റൻസ് ഫോർ വിച്ച് ദ സ്കൈ പ്രൊപ്പഗേഷൻ ജസ്റ്റ് ടേക്സ് പ്ലേസ് ആൻഡ് നോ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഇസ് പോസിബിൾ ഫോർ ദ പോയിൻറ്റ്സ് നിയർ. സോ ഇവിടെ ഒരു ഗ്രാഫ് നോക്കാം. സി ഇതിൽ ഈ ആദ്യത്തെ this one, the fourth one, the third one ഒന്നും നമുക്ക് സ്കിപ്പ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതെല്ലാം ഔട്ടർ സ്പേസിലേക്ക് എസ്കേപ്പ് ചെയ്ത് പോകുന്നതാണ്. ലോവർ എഡ്ജ് ഓഫ് ദി അയനോസ്ഫിയറിൽ പോയിട്ട് ഇവിടെ ഹിറ്റ് ചെയ്ത് തിരിച്ചു വരുന്നത് ബിയും സിയും ആണ്. അപ്പോൾ ഈ ബിയും സിയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്മിറ്ററും തമ്മിൽ ബിയിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഈ സ്കിപ്പ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയ, അതായത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ ഉള്ള ഏരിയയാണ് നമ്മൾ സൈലൻസ് സോൺ എന്ന് പറയുക. അല്ലെങ്കിൽ അവിടെയെല്ലാം നമുക്ക് എന്താ പറയുക, ഈ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സിഗ്നൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് ഇത് ഔട്ടർ സ്പേസിലേക്ക് പോയി.
അപ്പോൾ ഇത്രയും ആംഗിളിൽ വരുന്ന ഒന്നും അല്ല ഇതിനേക്കാളും കുറവ് ആംഗിളിൽ വന്ന ഒന്നും നമുക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വന്നില്ല. അപ്പോൾ ദ മിനിമം ഡിസ്റ്റൻസ് അത് ഡി ആണ്. പിന്നെ സി പിന്നെയുള്ളത് ചിലപ്പോൾ ഇങ്ങനെ ഹിറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും, പക്ഷേ മിനിമം ഡിസ്റ്റൻസ് ആണ് എന്ത് സ്കിപ്പ് ഡിസ്റ്റൻസ്. അപ്പോൾ അതെന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ടു ബി ആണ് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഫോളോ ചെയ്യാത്ത ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഡെഡ് സോൺ അല്ലെങ്കിൽ സൈലൻസ് സോൺ അല്ലെങ്കിൽ സ്കിപ്പ് സോൺ എന്ന് പറയുന്നത്. അതായത് ഇത്രയും ഡിസ്റ്റൻസ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്, അതുകൊണ്ടാണ് സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ മിനിമം ഡിസ്റ്റൻസ് ഇസ് കോൾഡ് ദ സ്കിപ്പ് ഡിസ്റ്റൻസ് ഡി. അപ്പോൾ വേവ് 2-വിനാണ് മിനിമം ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. പ്രത്യേകിച്ച് വേറെ പിന്നെ ഈ ഒരു ഡി സ്കിപ്പ്, അതായത് എഫ് മ്യൂ എഫും ഡി സ്കിപ്പും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ജസ്റ്റ് രണ്ട് സൈഡും സ്ക്വയർ ചെയ്തിട്ട് ഈ ഡി ഇൻ ടേംസ് ഓഫ് ഡിയിൽ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് 5th മൊഡ്യൂളുള്ളത്.